വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമ തിരികെ വരുന്നതും കാത്ത് പിള്ളയും പൊന്നിയും രാഘവൻ നായരും വിഷ്ണുവും കാർത്തിയും ശ്യാമയും ഒക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാർത്തികയാണെങ്കിൽ ആ മുകളിലത്തെ ബാൽക്കണിയിൽ ഇരിപ്പുണ്ട്, വിഷ്ണു റൂമിലിരിക്കുകയാണ്, പിള്ള ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ്. ഈ സമയത്ത് ഭാമ കാറിൽ വരുന്നുണ്ട്. അന്നേരം കാർത്തിക റൂമിൽ ചെന്ന് വിഷ്ണുവിനോട് പറയുന്നുണ്ട് വിഷ്ണുവിൻ്റെ സത്യാമ്മ വന്നു എന്ന്. അന്നേരം വിഷ്ണു പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. തുടർന്ന് സത്യഭാമ അകത്തേക്ക് കയറി ഇങ്ങനെ സന്തോഷത്തോടു കൂടി ആ ബാഗൊക്കെ ആയിട്ടാണ് തിരികെ വരുന്നത്, അകത്തേക്ക് ഇരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ ഇറങ്ങി വരുന്ന കാണുമ്പോൾ അല്ല കാർത്തിക എവിടെയും ചോദിക്കുമ്പോൾ കാർത്തികയും പുറകെ വരികയാണ്. അന്നേരം പാടാ രണ്ടുപേരും വരി എന്ന് പറയുകയാണ്. വിഷ്ണു ആണെങ്കിൽ ആകെ ടെൻഷനോട് കൂടിയാണ് വരുന്നത്. പക്ഷേ സത്യഭാമ ആകെയും കുലുങ്ങിച്ചിരിക്കുകയാണ് ഇരുന്ന്. തുടർന്ന് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. രാഘവൻ നായരല്ല, സത്യഭാമ തന്നെ പിള്ളയോടാണ് സംസാരിക്കുന്നത്. പിള്ളയെ വലിയൊരു ഗ്രാൻഡായിട്ടൊരു റിസപ്ഷൻ നടത്തണം, എല്ലാവരെയും മുഴുവൻ ബന്ധുക്കളെയും നാട്ടുകാരെയും മൊത്തം വിളിച്ച് നടക്കണം, കോസ്റ്റ്ലി ആയിട്ടുള്ള ഡിന്നർ തന്നെ വേണം, പിന്നെ കുടിക്കാനൊക്കെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഏർപ്പാടാക്കിക്കൊള്ളണം, എനിക്കിന്ന് ഏറ്റവും മനോഹരമായ സന്തോഷമുള്ള ദിവസമാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട് 2-3 ഐറ്റം ഡാൻസ് കൂടി വയ്ക്കാം എന്നിങ്ങനെ പിള്ളയോട് പറയുകയാണ്. അന്നേരം ഭാമ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് രാഘവേട്ടന് ഇഷ്ടമാണെങ്കിൽ അതും വെച്ചോ, ക്യാഷ് ഒന്നും നോക്കണ്ടെന്ന് പറയുകയാണ്. അന്നേരം കഷ്ടം എന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. ഒന്നും മനസ്സിലാവാതെ വിഷ്ണുവും കാർത്തികയും ശ്യാമയും ഒക്കെ നിൽക്കുകയാണ്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട് ആ റിസപ്ഷനിൽ വെച്ച് വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും വിവാഹം ഞാൻ അനൗൺസ് ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു അങ്ങ് ആകെ അന്തം വിടുന്നുണ്ട്. കാർത്തിക മനസ്സിൽ കരുതുകയാണ് ഇത്രയും പേരെയൊക്കെ വിളിച്ചു വരുത്തുന്ന ചടങ്ങിൽ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ആരെങ്കിലും എന്നെ തിരിച്ചറിയില്ലേ എന്നൊക്കെ കാർത്തിക ഇങ്ങനെ ഭയന്ന് നിൽക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ് നിൻ്റെ തലയ്ക്ക് എന്താ വല്ല അടിയും കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡിവോഴ്സ് കിട്ടാതെ ഒരു കാര്യവും നടക്കില്ല എന്ന് വക്കീൽ പറഞ്ഞാൽ നിനക്ക് ഓർമ്മയില്ലേ, മറുഭാഗത്ത് കളക്ടറാണ്, ഇത് കളിച്ച കളിയൊന്നുമല്ല, നിൻ്റെ മോൻ അകത്താകുമെന്ന് പറയുകയാണ്. അന്നേരം മറുവശത്ത് കളക്ടറോ കമ്മീഷണറോ ആരും ആയിക്കൊള്ളട്ടെ, പക്ഷേ ഈ ഭാഗത്ത് നിൽക്കുന്ന സത്യഭാമയാണ്, അതെല്ലാവർക്കും ഓർമ്മ വേണമെന്ന് പറയുകയാണ്. അന്നേരം രാഘവൻ നായർ അങ്ങ് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം രാഘവേട്ട എന്ന് വിളിച്ചുകൊണ്ട് ഭാമയാണെങ്കിൽ ആ കൊണ്ടുവന്ന ആ സൂട്ട് കേസ് തുറക്കുന്നുണ്ട്. അതിൽ നിന്നും ആ പേപ്പർ ഇങ്ങനെ എടുക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട് ആരായാലും എനിക്കൊരു പ്രശ്നവുമല്ല, ശാലിനിയെ കാണാൻ പോയത് ഈ വിവാഹമോചനത്തിനുള്ള ഈ പേപ്പറുമായിട്ട് ഞാൻ ശാലിനിയെ കാണാൻ പോയത് വെറുതെ ഒന്നുമല്ല, അവളോട് സംസാരിക്കാനും കാര്യങ്ങൾ ചോദിക്കാനും ഒക്കെ തന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ പേപ്പർ ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. എന്നാൽ രാഘവൻ നായർക്കാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല. തുടർന്നും ഭാമയങ്ങ് സംസാരിക്കുന്നുണ്ട് ജയിക്കാൻ വേണ്ടി ഈ സത്യഭാമ ഏതറ്റം വരെയും പോകുമെന്ന് രാഘവേട്ടൻ അറിയാമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം മനസ്സിലായില്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് ഒന്നുകൂടി വ്യക്തമായിട്ട് ഭാമയോടെ പറയുകയാണ് വിഷ്ണുവുമായിട്ടുള്ള വിവാഹമോചനത്തിന് സമ്മതമാണ് എന്ന് അറിയിച്ചുകൊണ്ട് ശാലിനി ഈ പേപ്പറിൽ ഒപ്പിട്ട് തന്നു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്ത് എന്നും പറഞ്ഞ് രാഘവൻ നായർ ഇങ്ങനെ അന്തം വിടുകയാണ്. ശ്യാമയും കാർത്തികയും വിഷ്ണു അങ്ങ് ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഒരു നിമിഷം വിഷ്ണു ആലോചിക്കുന്നുണ്ട്. കാർത്തിക മുന്നേ ചോദിച്ചത് ശാലിനി ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുമോ എന്ന് വിഷ്ണുവിന് പേടിയുണ്ടോ എന്ന് ചോദിച്ചത് വിഷ്ണു ഓർക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു ഇങ്ങനെ ശാലിനിയെ കണ്ടത് മുതലുള്ള കാര്യങ്ങൾ വിഷ്ണുവിൻ്റെ മനസ്സിലൂടെ എങ്ങനെ തീ പാറുന്നത് പോലെ അങ്ങ് ഓടിപ്പോവുകയാണ്. അതിന് മുന്നേ രാഘവൻ നായർ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ദിവസവും ഇന്ന് തന്നെ ആയിരിക്കും പിള്ളേ, നിൻ്റെ സത്യാമ്മയുടെ തലയിൽ നിന്നും കുറേ കിളിയൊക്കെ പറന്നുപോയ ലക്ഷണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ കളിയാക്കുകയാണ്. അതിനുശേഷമാണ് ഭാമ ഇങ്ങനെ പറയുന്നത്. അതിനുശേഷം ഭാമ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആ ഒരു ഷോക്കിൽ നിൽക്കുകയാണ്. പക്ഷെ ആരും കൂടി വിശ്വസിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. പിന്നെയും സത്യഭാമ ഇങ്ങ് പറയുകയാണ് അന്ന് രാഘവേട്ടൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എങ്കിൽ ആർക്ക് നഷ്ടമുണ്ടാകുമായിരുന്നു, അവൾക്ക് എന്ത് നഷ്ടം ഉണ്ടാകുമായിരുന്നു, എനിക്ക് മാത്രമേ നഷ്ടം ഉണ്ടാകുമായിരുന്നുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അവൾ ഇങ്ങോട്ട് തിരിഞ്ഞു വന്നപ്പോൾ വിഷ്ണുവിടെ കാത്തിരിക്കുന്നു എന്നുള്ളത് അവൾ ഒരു നിമിഷം ചിന്തിച്ചു പോലും കാണില്ല. അപ്പോൾ ആ 5-6 വയസ്സുള്ള കുഞ്ഞിനെ വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇവിടേക്ക് അവകാശം ചോദിച്ച് വരാനായിട്ട് അവൾക്ക് ധൈര്യം കാണുമോ? ഒന്ന് എറിഞ്ഞു നോക്കിയതാണ് അവൾ, കിട്ടിയാൽ കഴിക്കുമോ, സത്യഭാമയുടെ മകനല്ലേ വിഷ്ണു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആകെ അങ്ങ് സങ്കടത്തിൽ നിൽക്കുകയാണ്. വിഷ്ണുവിൻ്റെ 2 കണ്ണും ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. പെട്ടെന്ന് വിഷ്ണു തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശ്യാമയും കാർത്തികയും ഒക്കെ വിഷ്ണുവിനെ ശ്രദ്ധിക്കുകയാണ്. ശ്യാമ ചിന്തിക്കുന്നുണ്ട് വിഷ്ണുവേട്ടനായിട്ട് വേർപിരിയാനായിട്ട് കുഞ്ഞേച്ചി സമ്മതിച്ചോ, അതെങ്ങനെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരവും രാഘവൻ നായർക്കും മിണ്ടാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ഷോക്കിൽ നിൽക്കുകയാണ്. ഭാമയെന്ന് വിളിക്കാൻ പോലും രാഘവൻ നായരുടെ ശബ്ദം അങ്ങോട്ട് വരുന്നില്ല. പിന്നെയും സത്യഭാമ അങ്ങ് ശാലിനിയെക്കുറിച്ച് അങ്ങ് പറയുകയാണ് അവൾ എൻ്റെ മകനെ കൈക്കലാക്കിയതാണ്, വീണ്ടും അവൾ എറിഞ്ഞു നോക്കിയതാണ്, അവൾക്ക് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെയോ പഴിച്ചു വെച്ചിട്ട് അവളൊരു കുഞ്ഞിനെയും കൊണ്ട് വന്നിരിക്കുന്നു, അതിൻ്റെ രഹസ്യം അവൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു, അവൾക്ക് തോന്നുമ്പോൾ പറയുമ്പോലോ അവിടെ ബോധ്യപ്പെടുത്തി
ബോധ്യപ്പെടുത്താനായിട്ട് അവൾ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞ് ശാലിനിയെക്കുറിച്ച് കുറേയധികം മോശമായിട്ട് അങ്ങ് പിഴച്ചു പറ്റൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ വിഷ്ണുവിനും അമ്മയെന്നൊക്കെ വിളിച്ച് പറയണമെന്നുണ്ട്. പക്ഷേ വിഷ്ണുവിൻ്റെ നാവ് പൊങ്ങുന്നില്ല, ശബ്ദം പോലും വരുന്നില്ല വിഷ്ണുവിന്. ആകെ സങ്കടപ്പെട്ട് വിഷ്ണു അങ്ങനെ കരഞ്ഞു നിൽക്കുകയാണ്. രാഘവൻ നായർക്കും ആകെ അങ്ങ് സങ്കടം വരുന്നുണ്ട്. അന്നേരം രാഘവേട്ടന് വിഷമാവുമെന്നൊക്കെ എനിക്കറിയാം. സീതയും സാവിത്രിയും ഒക്കെ ആയിട്ട് അവളെ അങ്ങോട്ട് മനസ്സിൽ പ്രതിഷ്ഠിച്ചതല്ലേ, എവിടെ പോയി, ശബ്ദമൊന്നും വരുന്നില്ലേ, ഒന്നും പറയാനില്ലേ എന്നൊക്കെ ഇങ്ങനെ അവളെ ഞാൻ മുട്ടുകുത്തിച്ചു, അവളെ കൊണ്ട് ഞാൻ അടിയറവ് പറയിപ്പിച്ചു, സമസ്ത അപരാധങ്ങളും പറഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞ് അവൾ ദേ ഈ പേപ്പറിലേക്ക് ഒപ്പിട്ട് തന്നു എന്നിങ്ങനെ പറയുകയാണ്. ആ പേപ്പർ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട്. അന്നേരം ഇതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ എണീറ്റ് പോകാൻ ശ്രമിക്കുകയാണ്. അന്നേരം എവിടെ പോകുന്നു, ഈ അവൾ ഇതിലിട്ട ഒപ്പം അങ്ങോട്ട് നോക്കിക്കേ, ആ ശാലിനിയുടെ ഒപ്പം അങ്ങോട്ട് കാണണ്ടേ, അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് സത്യഭാമ ദേഷ്യത്തോടു കൂടി ആ പേപ്പർ രാഘവൻ നായരുടെ മടിയിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. രാഘവൻ നായരുടെ കൈയൊക്കെ അങ്ങ് വിറക്കുകയാണ്. മടിയിലിരിക്കുന്ന പേപ്പർ ആദ്യം എടുക്കുന്നില്ല, പക്ഷേ കൈ ഇങ്ങനെ വിറച്ചുറച്ചുകൊണ്ട് രാഘവൻ നായർ അതിങ്ങനെ എടുക്കുകയാണ്. എടുത്തിട്ട് അതിങ്ങനെ നോക്കുന്നുണ്ട്. ഒരു നിമിഷം ശ്രദ്ധിച്ച ശേഷം രാഘവൻ നായർ ആ പേപ്പറും കൈ പിടിച്ച് അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. അന്നേരം എല്ലാവരും രാഘവൻ നായരെ അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ട്, ഭാമയും ഒക്കെ ശ്രദ്ധിക്കുകയാണ്. രാഘവൻ നായർ അങ്ങ് തകർത്ത് ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് രാഘവൻ നായരുടെ ശ്വാസം നേരെ വീണത്. അന്നേരം അച്ഛൻ എന്താ ചിരിക്കുന്നതെന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ശ്യാമയും കാർത്തികയും പിള്ളയും പൊന്നിയും ഭാമയും ഒക്കെ ശ്രദ്ധിക്കുകയാണ്. ഒരു ഒപ്പ് കണ്ടിട്ട് എന്താ എത്ര ചിരിക്കാനെന്നിങ്ങനെ സത്യഭാമ ചോദിക്കുകയാണ്. അന്നേരം ഭാമേ ഇത് ഒപ്പൊന്നും അല്ല എന്നിങ്ങനെ പറയുകയാണ്. ഡാ മോനെ നോക്കടാ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിന് നേരെ നീട്ടുകയാണ്. വിഷ്ണു ആദ്യം വാങ്ങുന്നില്ല, എന്നാലും നോക്കടാ നോക്ക് എന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു അത് വാങ്ങുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവിന് ആദ്യം കണ്ണങ്ങോട്ട് പിടിക്കുന്നില്ല, കണ്ണൊക്കെ ഇങ്ങോട്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ. തുടർന്ന് ഈ കാർത്തികയും ശ്യാമയും കൂടി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വിഷ്ണു പേപ്പർ ഇങ്ങനെ നിവർത്തി നോക്കുമ്പോൾ തുടർന്നാണ് വിഷ്ണുവിന് ആകെ അങ്ങ് ആശ്വാസമാകുന്നത്. വിഷ്ണുവിന് ചിരിക്കണോ കരയണോ എന്നുള്ള ഒരു ചിന്തയിലാണ് വിഷ്ണു നിൽക്കുന്നത്. വിഷ്ണുവിന് ആശ്വാസമാവുകയാണ്. തുടർന്ന് ഇതാണ് ഒപ്പ് എന്നും പറഞ്ഞ് രാഘവൻ നായർ പിന്നെ അങ്ങ് ചിരിക്കുകയാണ്. അന്നേരം പിള്ളേ അത് വാങ്ങ് എന്നിങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്. തുടർന്ന് പിള്ളയും ആ പേപ്പർ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ ശേഷം പിള്ളയും അത് നോക്കി അങ്ങ് ചിരിക്കുകയാണ്. അന്നേരം എന്താടോ ചിരിക്കാൻ, ഒപ്പ് കണ്ടിട്ട് ചിരിക്കാൻ എന്താണെന്ന് ഇങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ സത്യാമ്മ ഇത് ഒപ്പൊന്നും അല്ല എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ശാലിനി കുഞ്ഞ് ഇതിൽ എഴുതിയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താ എഴുതിയിരിക്കുന്നത് എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ ഞാൻ വായിക്കണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വായിക്കുക എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി തന്നെ ആ ഭാമയുടെ മുന്നിൽ വെച്ച് അത് പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നേരത്തെ വഴിയിൽ വെച്ച് കലർപ്പില്ലാത്ത സ്നേഹമാണ് എനിക്ക് വിഷ്ണുവേട്ടനോട്, എൻ്റെ പ്രാണനാണ് വിഷ്ണുവേട്ടൻ, ഈ 7-14 ലോകവും പകരമായിട്ട് തരാമെന്ന് പറഞ്ഞാലും വിഷ്ണുവേട്ടനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നിങ്ങനെ ശാലിനി പറയുന്നതായിട്ട്. അങ്ങനെയാണ് അതിൽ ശാലിനി എഴുതി വച്ചിരിക്കുന്നതും. തുടർന്ന് സത്യഭാമ ദേഷ്യത്തോടു കൂടി അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. ചതിച്ചു അവളല്ലേ, ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ അങ്ങോട്ട് ചുരുട്ടി പിടിക്കുകയാണ്. അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ എന്ത് പറഞ്ഞിട്ടാണ് ശാലിനിയോട് ഒപ്പിടാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ ആലോചിക്കുന്നുണ്ട്. തെളിയിക്ക് ശാലിനി, വിഷ്ണുവിനോടുള്ള നിൻ്റെ പ്രണയം സത്യമാണെന്ന് തെളിയിക്ക് ശാലിനി എന്നിങ്ങനെ പറയുമ്പോഴാണല്ലോ ശാലിനി അത് പേപ്പർ വാങ്ങിച്ച് ഒപ്പിടുന്നത്. അപ്പോൾ അവൾ അതാണല്ലേ ഉദ്ദേശിച്ചത്, അങ്ങനെ പറയണ്ടായിരുന്നു, അബദ്ധം പറ്റിയത് എനിക്കാണല്ലോ എന്നിങ്ങനെ മനസ്സിൽ കരുതുന്ന സത്യഭാമ ഇങ്ങനെ തലയിൽ കൈയൊക്കെ വെക്കുന്നുണ്ട്. അന്നേരം എന്താ അമ്മേ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നിങ്ങനെ സത്യഭാമ അങ്ങ് പറഞ്ഞൊഴിയുകയാണ്. അതവിടെ പറഞ്ഞാൽ വീണ്ടും സത്യഭാമ പരിഹാസിയാവത്തല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ പറയുന്നുമില്ല. തുടർന്ന് രാഘവൻ നായർ കളിയാക്കുകയാണ്. അല്ല പിള്ള ഏത് ഹോട്ടലിലാണ് റിസപ്ഷൻ ബുക്ക് ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഭാമയ്ക്ക് ആകെ അങ്ങ് കലി കയറുന്നുണ്ട്. അന്നേരം ഇങ്ങ് താടുമെന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ പിള്ളയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഭാമ അങ്ങ് റൂമിലേക്ക് നടക്കുകയാണ്. പോകുന്ന വഴിക്ക് അവിടെ ഇരിക്കുന്നുണ്ട് ഫ്ലവർ റൈസൊക്കെ ഇങ്ങനെ തട്ടി എറിയുന്നുണ്ട്. അന്നേരം വിഷ്ണുവും കാർത്തികയും ശ്യാമയും എല്ലാവരും അങ്ങ് അടക്കി പിടിച്ച് ചിരിക്കുകയാണ്. പക്ഷേ രാഘവൻ നായർ നന്നായിട്ട് അങ്ങ് ചിരിക്കുന്നുണ്ട്. തുടർന്ന് വെറുതെ എന്നിങ്ങനെ രാഘവൻ നായർ ആക്കുകയാണ്. തുടർന്ന് പിള്ള പറയുന്നുണ്ട്, സത്യാമ്മേ ആ ഡിവോഴ്സ് പെറ്റീഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, അതിൽ വിഷ്ണു കുഞ്ഞിനെ ഒരിക്കലും പിരിയില്ല എന്നാണ് ശാലിനി കുഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്, അത് കോടതിയിൽ പോയാൽ കേസ് വേറെയാവും, അകത്താകും എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ചിരി ഇടുന്നുണ്ട്, ഒരു ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഭാമയ്ക്ക് ആകെ കൂടി അങ്ങ് ദേഷ്യം വന്ന് കലി കയറുകയാണ്. ഒരു ശാലിനി കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന ആ പേപ്പർ, ആ ഡിവോഴ്സ് പെറ്റീഷൻ ആണെങ്കിൽ കുറേ കഷ്ണങ്ങളായിട്ട് അങ്ങ് വലിച്ച് കീറി ചുറ്റുകൂട്ടി ഇങ്ങനെ അങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം ഭാമ അങ്ങ് മുറിയിലേക്ക് പോകുന്നുണ്ട്, തോൽവിയൊക്കെ സമ്മതിച്ച്. അതിനുശേഷമാണ് വിഷ്ണുവിന് അങ്ങ് ആശ്വാസമാകുന്നത്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി വിഷ്ണുവിനെ നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നോക്കടാ ശാലിനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്നോ, പിന്നെ നീ എന്നിങ്ങനെ പറയുമ്പോൾ അത് അച്ഛ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ പറയാനായിട്ട് വരുമ്പോൾ വിഷ്ണുവേട്ടാ പറയരുത് എന്നിങ്ങനെ കാർത്തിക് ഇങ്ങനെ തല കൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. അന്നേരം വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല. അന്നേരം രാഘവൻ നായരും ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആർക്കും മുഖം കൊടുക്കാതെ അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ്. തുടർന്ന് കാർത്തിക് ഇങ്ങനെ ദേഷ്യത്തോടെ രാഘവൻ നായർ നോക്കുമ്പോൾ കാർത്തികയും അങ്ങ് മുകളിലേക്ക് കയറി പോകുന്നു.
തുടർന്ന് റൂമിലേക്ക് പോകുന്ന വിഷ്ണു ആകെ അങ്ങ് സന്തോഷിക്കുകയാണ്. കണ്ണീരൊക്കെ തുടച്ച് ആകെ അങ്ങ് ചിരിച്ച് വിഷ്ണു തുള്ളിച്ചാടണം എന്നൊക്കെ ഉണ്ട്. ആകെ ഒരു സന്തോഷത്തിൽ അങ്ങ് നിൽക്കുകയാണ്. അന്നേരം ഇത് പുറകെ പോകുന്ന കാർത്തികയെ നോക്കി കാണുന്നുണ്ട്. എന്നിട്ട് കാർത്തിക നന്നായിട്ട് വിഷ്ണു നോക്കി ചിരിക്കുന്നു. വിഷ്ണു അങ്ങ് ചിരിക്കുകയാണ്. തുടർന്ന് കാർത്തികയെ അങ്ങ് റൂം വിട്ട് പോകുന്നുണ്ട്. വിഷ്ണു ആ കട്ടിലേക്ക് ഇരുന്നിട്ട് വീണ്ടും ആ ശാലിനിയെ പേപ്പറിൽ എഴുതിയ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. വിഷ്ണുവേട്ടൻ എൻ്റെ പ്രാണനാണ്. എന്ത് തരാമെന്ന് പറഞ്ഞാൽ 14 ലോകം തരാമെന്ന് പറഞ്ഞാലും എൻ്റെ പ്രാണനെ, ആ സ്വർഗത്തെ ഞാൻ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവില്ല എന്നിങ്ങനെ ശാലിനിയുടെ ശബ്ദത്തിലൂടെ ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ ഓർത്തോർത്തിരുന്ന് ആകെ സന്തോഷിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.